തേർഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കൺഫോമൽ മാപ്പിംഗ് ആയിരുന്നു. 4 ടൈപ്പ് കൺഫോമൽ മാപ്പിംഗ് ആയിരുന്നു പഠിച്ചത്. W=1/z, W=e⁻z, W=sin z, W= പിന്നെതാ z². അങ്ങനെ 4 കൺഫോമൽ മാപ്പിംഗ് ഉണ്ട്. അതിനകത്ത് നിന്ന് എന്തായാലും ഷുവർ ആയിട്ട് എസ് എ ടൈപ്പിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്ലിയർ ആയിട്ടില്ല എന്താണെന്ന് കൺഫോമൽ മാപ്പിംഗ്. ഇനി അടുത്തത് ലാസ്റ്റ് സെക്ഷൻ ആണ്. ചെറിയ ഒരു ടോപ്പിക് ആണ് ഫിക്സഡ് പോയിന്റ് ഓർ ഇൻവേരിയന്റ് പോയിന്റ്. ഫിക്സഡ് പോയിന്റ് ഫിക്സഡ് ആണ്. ഫിക്സഡ് പോയിന്റ് ഓർ ഇൻവേരിയന്റ് പോയിന്റ്. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫിക്സഡ് പോയിന്റ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. W=f ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഫിക്സഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ എടുക്കുന്നതാണ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് എന്ന് പറയാ. എന്നിട്ട് എന്ത് ചെയ്യുക, സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് സോൾവ് ചെയ്തിട്ട് സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. W=f ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നാല് നമ്മൾ എടുക്കുന്നതാണ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞിട്ട് എടുക്കുക. എന്നിട്ട് സോൾവ് ചെയ്തിട്ട് സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ആ സെഡ് വാല്യൂവിന് പറയുന്ന പേരാണ് ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ലെറ്റ് W എഴുതിക്കോട്ടാ. ലെറ്റ് W=f ഓഫ് സെഡ് be a function. The fixed point are those values of Z in which f of z equal to z. സിമ്പിൾ ആണ്, ഒന്നുമില്ല. എഫ് ഓഫ് സെഡിനെ സെഡിലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ സെഡ് വാല്യൂവിനെയാണ് ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് പോയിന്റിനെ ഇൻവേരിയന്റ് പോയിന്റ് എന്നും പറയാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ആൻ ഇൻവേരിയന്റ് പോയിന്റ് ഓഫ്. ഫൈൻഡ് ഇൻവേരിയന്റ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാട്ടെ. ഈ ഇതേ ടൈപ്പ് ഫൈൻഡ് ഇൻവേരിയന്റ് പോയിന്റ് ഓഫ് W=6z-9 ഡിവൈഡഡ് ബൈ z. ഇൻവേരിയന്റ് പോയിന്റ് അല്ലെങ്കിൽ ഫിക്സഡ് പോയിന്റ് എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യാ, എഫ് ഓഫ് സെഡിനെ സെഡിലേക്ക് ഇക്വേറ്റ് ചെയ്യാ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് എന്ന് കൊടുക്കുക. എഫ് ഓഫ് സെഡ് എന്ന് എടുത്തത് W=f ഓഫ് സെഡ് ആണ് ഫംഗ്ഷന്റെ ജനറൽ ഫോം. അപ്പൊ എഫ് ഓഫ് സെഡിന്റെ അടുക്ക തന്ന ഫംഗ്ഷനെ കൊടുക്കുക. 6z-9 ഡിവൈഡഡ് ബൈ z ഈക്വൽ ടു z. എന്നിട്ട് ഇത് സോൾവ് ചെയ്തിട്ട് സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുവാണ്ട്. 6z-9 ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ z² ആവും. നമുക്ക് സെഡിന്റെ വാല്യൂ കിട്ടാൻ എല്ലാ സെഡിനെയും ഒരു സൈഡിൽ കൊണ്ടുപോവാം. ഇനി ഇങ്ങനെ എഴുതാം. 6z² ഈക്വൽ ടു 6z-9 വിച്ച് ഇംപ്ലൈസ് z² മൈനസ് 6z പ്ലസ് 9 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇവിടെ സെഡിന്റെ വാല്യൂ എന്താ? വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് സെഡ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞോ. 3 പ്രോഡക്റ്റ് 9ഉം സമ്മ് -6ഉം കിട്ടണം. എന്താ ഈ നമ്പർ പ്രോഡക്റ്റ് 9ഉം സമ്മ് -6ഉം വരുന്ന രീതിയിലുള്ള നമ്പേഴ്സ് ഏതാ നോക്കിയാൽ മതി. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 3ന്റെ ഫാക്ടേഴ്സ് ഏതല്ല, 9ന്റെ ഫാക്ടേഴ്സ് ഏതെല്ലാം നോക്കിയാൽ മതി. 1ഉം 9ഉം ആണ്, 3ഉം 3 ആണ്. അറിയില്ലല്ലോ. അപ്പൊ അതിനകത്ത് സമ്മ് ഏതാ -6 കിട്ടുന്ന ഏതെല്ലാം നോക്കിയാൽ മതി. 3ഉം 3ഉം ആണ്. അപ്പൊ ഇത് z-3ഉം z-3ഉം ആണ്. ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് z ഈക്വൽ ടു 3 3. അങ്ങനെയാണെങ്കിൽ z ഈക്വൽ ടു 3 എന്താണ്? അല്ല, ആഡ് ചെയ്താല് -3 -3 അതായത്
-3 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോ Z-3 അങ്ങനെ എഴുതുക. ആ ഓക്കെ ഓക്കെ. Z=3 ആണ് ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ അല്ല, ഒന്നുമില്ല. f(z)നെ z-ലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് z-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നെക്സ്റ്റ്, ഫൈൻഡ് ഫിക്സഡ് പോയിന്റ് അത് മാറ്റില്ല, ഒരു മിനിറ്റ്. ഓക്കെ. ഫൈൻഡ് ഫിക്സഡ് പോയിന്റ്സ് of W equal to 1 plus Z divided by 1 minus Z. 1 plus Z divided by 1 minus Z. ഒന്ന് ചെയ്ത് നോക്കിയാൽ Z-ന്റെ വാല്യൂ. f(z)നെ Z-ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ കിട്ടാണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ മതി. 1 plus Z divided by 1 minus Z equal to Z, which is equal to 1 plus Z equal to cross multiplication ചെയ്യാം, Z into 1 minus Z, which is equal to 1 plus Z equal to, ഇതിനെല്ലാം ഒരു സൈഡ് കൊണ്ടുവരാം, ഇനി ഓപ്പൺ ചെയ്യാം, Z minus Z square is equal to 1 plus Z minus Z plus Z square equal to 0. Z plus Z minus Z cancel ആയിപ്പോ Z square plus 1 equal to 0, which implies Z square equal to -1, Z equal to plus or minus I. അപ്പോൾ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്, therefore fixed points are Z equal to I and minus I. കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? നെക്സ്റ്റ്, find a critical point and find critical point and invariant point of W equal to 1 by 2 into Z plus 1 by Z. ഇത് 1 by 2 ആണ്. 1 by 2 into Z plus 1 by Z. നമ്മളോട് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മയുണ്ടായിരിക്കെങ്കിൽ. ക്രിട്ടിക്കൽ പോയിന്റ് ഓർമ്മിച്ച് നോക്ക്. കോംപ്ലക്സ് ഈ മൊഡ്യൂളിൽ തന്നെയാണ്, 3rd മൊഡ്യൂളിൽ പറഞ്ഞാണ് ക്രിട്ടിക്കൽ പോയിന്റ്. കൺഫോമൽ മാപ്പിങ്ങിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനെയായിരുന്നു ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. Derivative of f dash. f dash of Z 0ലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക.
ക്രിട്ടിക്കൽ പോയിന്റിന്റെ ഫോം എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു സെഡ് പ്ലസ് 1/z ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് വേണം. എന്നിട്ട് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു ഇതിനെ ഓപ്പൺ ചെയ്യാവാണെങ്കിൽ 1/2z പ്ലസ് 1/2z. എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാല് 1/2 കോൺസ്റ്റന്റ് ആണ്. 1/2 ഇൻറ്റു സെഡിന്റെ ഡെറിവേറ്റീവ് 1 ആണ് പ്ലസ് 1/2 ഇൻറ്റു 1/zന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/z². അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇത് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണ് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് ഏതുണ്ട്? 1/2 ഉണ്ട്. അതിനെ നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. 1/2 ഇൻറ്റു ഇവിടെ പോസിറ്റീവ് ആണ്, പ്ലസ് ആണ്. രണ്ട് ടേമിലും കോമൺ ആയിട്ട് 1/2 ഉണ്ട്. അതിനെ ഔട്ട് സൈഡിൽ എടുത്താല് 1/2 1/2നെ ഔട്ട് സൈഡിൽ എടുത്താൽ 1 ആണ്. പ്ലസ് ഇതിനകത്ത് നിന്ന് 1/2നെ ഔട്ട് സൈഡിൽ എടുത്താൽ മൈനസ് 1/z² ഈക്വൽ ടു 0. which implies 1/2 ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ പോയാൽ 1 മൈനസ് 1/z² ഈക്വൽ ടു 0 വരും ഇല്ലേ? which implies z²നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ z² മൈനസ് 1 ഡിവൈഡഡ് ബൈ z² ഈക്വൽ ടു 0, which implies z² minus 1 equal to 0 into z², which is equal to 0. Implies z² equal to 1 implies z equal to plus or minus 1. അപ്പോൾ ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ്, therefore critical point is 1 and minus 1. I അല്ലേ 1 and minus 1. നെക്സ്റ്റ് ഫിക്സഡ് പോയിന്റ് ആണ്. വരും എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു സെഡ് പ്ലസ് 1/z ഈക്വൽ ടു സെഡ് ആണ്. ഈ 1/2 ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. സെഡ് പ്ലസ് 1/z ഈക്വൽ ടു 2z. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം കേട്ടാ. സോൾവ് ചെയ്ത് നോക്കിക്കോ. ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ z² പ്ലസ് 1 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ z ഈക്വൽ ടു 2z. ഇനി ഈ സെഡിനെ ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ z² പ്ലസ് 1 ഈക്വൽ ടു 2z². നമുക്ക് വേണ്ടത് സെഡ് ആണ്. z² മൈനസ് z² പ്ലസ് 1 മൈനസ് 2z² ഈക്വൽ ടു 0. നമ്മൾ സോൾവ് ചെയ്തിട്ട് സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക വേണ്ടത്. അപ്പൊ സെഡിലുള്ള ടേമിനെല്ലാം ഒരു സൈഡിൽ വെച്ച് ഈ കോൺസ്റ്റന്റിനെല്ലാം മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടത്. അപ്പോൾ z² മൈനസ് z² 2z² എന്ന് പറഞ്ഞാൽ മൈനസ് z² വരും. മൈനസ് z² പ്ലസ് 1 ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് മൈനസ് z² ഈക്വൽ ടു മൈനസ് 1 ഇംപ്ലൈസ് z² ഈക്വൽ ടു, രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്, അപ്പൊ ക്യാൻസൽ ആയി പോകും. മൈനസ് 1 കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്താൽ z² വരും. z² ഈക്വൽ ടു 1 വരും. z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. z equal to 1 and minus 1 is a fixed point. Yes, fixed point.
ഈ സെൽ ആറാന്ന് വരും കേട്ടോ. 1 and -1 ആർ ഫിക്സഡ് പോയിന്റ്. കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് അടുത്ത മൊഡ്യൂള് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കൺഫോമൽ മാപ്പിംഗ് നോക്കൂ. ആ 4 കൺഫോമൽ മാപ്പിങ്ങിൽ ഏതെങ്കിലും ഒന്ന് ഷുവർ ആയിട്ട് ചോദിക്കും. എസ് എ ടൈപ്പ് തന്നെ ചോദിക്കും. പിന്നെ കോഷി ഇന്റഗ്രൽ ഫോർമുലേന്റെ കോഷി റീമാൻ ഇക്വേഷന്റെ പ്രൂഫ് പഠിച്ചു നോക്കുക. ഫംഗ്ഷൻ അത് യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുണ്ടാവും. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുക. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരുന്നു ഹാർമോണിക് ഫംഗ്ഷൻ. അത് യൂസ് ചെയ്തിട്ട് ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ് ചോദിക്കും ആ മൊഡ്യൂളിൽ നിന്ന്. പിന്നെ 3 മാർക്കിന് ഫിക്സഡ് പോയിന്റും ക്രിട്ടിക്കൽ പോയിന്റും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ അതിൻ്റെ അകത്ത് പഠിച്ചത് നമ്മൾ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, എസ് എ ടൈപ്പ്. ഓക്കെ, ഇത്രയാണ് നമ്മളെ തേർഡ് മൊഡ്യൂള്. ഇനി അടുത്തത്, ഇപ്പൊ തേർഡ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് വന്നത് കോംപ്ലക്സിന്റെ ഡിഫറൻസിയേഷൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 4 കോംപ്ലക്സ് വേരിയബിൾ ഇന്റഗ്രേഷൻ ആണ്. മൊഡ്യൂൾ 4 കോംപ്ലക്സ് വേരിയബിൾ ഇന്റഗ്രേഷൻ. നമ്മൾ സാധാരണ ഇന്റഗ്രേഷൻ ഇല്ലേ, അതേ മെത്തേഡ് തന്നെയാണ് കോംപ്ലക്സിന്റെ ഇന്റഗ്രേഷനും വരുന്നത്. അവിടുത്തെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. റിയലിന്റെ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ തന്നെയാണ്, റിയൽ വാല്യൂസിന്റെ ഇന്റഗ്രേഷൻ പോലെ തന്നെയാണ് കോംപ്ലക്സിന്റെ ഇന്റഗ്രേഷനും. ഇന്റഗ്രേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ആവശ്യമായിട്ടുണ്ടാവും. പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രേഷൻ സെപ്പറേറ്റ് തന്നെയാണ്. എന്തായിരുന്നു എന്തെല്ലാം പ്രോപ്പർട്ടിയാണ് ഉള്ളത്? ഇന്റഗ്രൽ k ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ എ ടു ബി k ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സാധാരണ ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടി k ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, k കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന് ഔട്ട് സൈഡിൽ എടുക്കാം, k ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതിക്കൂടെ? അതുപോലെ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് നമുക്ക് മൈനസ് ഇന്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതാം. അതുപോലെ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് ഇന്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതാം. അതായത് ആ ഡിഫറൻഷ്യലിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് സിയിൽ സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ച് പ്ലസ് ഇന്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം പറഞ്ഞുതരാം. ഇതാണോ?
അറിയെങ്കിൽ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണം തോന്നുന്നുണ്ടെങ്കിൽ എഴുതിയാൽ മതി. ഇത് നമ്മൾ പണ്ട് പഠിച്ച റിയൽ ഫംഗ്ഷന്റെ തന്നെ പ്രോപ്പർട്ടീസ് ആണ്, ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടീസ് ആണ്. നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫസ്റ്റ് കോംപ്ലക്സ് വേരിയബിളിന്റെ ഇന്റഗ്രേഷനകത്ത് ഫസ്റ്റ് ഇവാലുവേഷൻ മെത്തേഡാണ് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇവാലുവേഷൻ മെത്തേഡ്. രണ്ട് ടൈപ്പ് ഇവാലുവേഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഫസ്റ്റ് ടൈപ്പും സെക്കൻഡ് ടൈപ്പും. അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ഫംഗ്ഷനിൽ പഠിച്ച പോലെ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ, എഫ് ഓഫ് സെഡിന്റെ ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു സെഡ് വെച്ചിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡാണ് ഫസ്റ്റ് ഇവാലുവേഷൻ മെത്തേഡ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇന്റഗ്രൽ സെറ്റ് നോട്ട് ടു, ജനറൽ ആയിട്ട് പറയുന്നതാണ്, സെറ്റ് നോട്ട് ടു സെഡ് 1 എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിന് എഫ് ഓഫ് സെഡിനെ നമുക്ക് ഡി സെഡിനെ നമുക്ക് സെറ്റ് നോട്ട് അല്ലേ, എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് റേഞ്ചസ് ടു സെറ്റ് നോട്ട് ടു സെഡ് 1 which is equal to എഫ് ഓഫ് സെഡ് 1 മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട്. അത് ഡിഫറൻഷ്യൽ ഇന്റഗ്രലും ക്യാൻസൽ ആയി പോകുന്നതാണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് സെഡ് നോട്ട് ടു സെറ്റ് എഫ് ഓഫ് സെഡ് 1 മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് എഴുതാം. ഡയറക്റ്റ് ഇന്റഗ്രേഷൻ നമുക്ക് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. देखो evaluate integral minus pi I to pi I cos x dx. ഒന്നുമില്ല, സാധാ ഇന്റഗ്രേഷൻ ആണ്. മൈനസ് പൈ ഐ ടു പൈ ഐ കോസ് എക്സ് ഡി എക്സ്. എന്തായിരുന്നു കോസിന്റെ ഇന്റഗ്രല്? ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡി എക്സ് സൈൻ എക്സ്. സൈൻ ഉള്ളു, സൈൻ എക്സ്, സൈൻ എക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാം. സൈൻ എക്സ് റേഞ്ചസ് ടു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. മൈനസ് പൈ ഐ ടു പൈ ഐ വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യാം, എക്സ് എവിടെയുണ്ടോ അവിടെ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് ആയ പൈ ഐ ഇട്ട് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് ആയ മൈനസ് പൈ ഐ. അപ്പൊ എന്ത് വരും, സൈൻ പൈ ഐ മൈനസ് സൈൻ മൈനസ് പൈ ഐ വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം സൈൻ ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എന്താ, സൈൻ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ? ഒന്നും വേണ്ട, സൈൻ ഓഫ് മൈനസ് എക്സ് എന്താ, സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ്. മൈനസ് സൈൻ എക്സ്. ഈ പ്രോപ്പർട്ടിയുടെ അപ്ലൈ ചെയ്താൽ ഈ സൈൻ ഓഫ് മൈനസ് പൈ ഐന മൈനസ് സൈൻ പൈ ഐ എന്ന് എഴുതാം. അങ്ങനെ എഴുതുന്ന സൈൻ പൈ ഐ മൈനസ് മൈനസ് സൈൻ പൈ ഐ which is equal to sin pi i plus sin pi i, മൈനസും മൈനസും പോസിറ്റീവ് ആവും, പ്ലസ് പൈ ഐ which is equal to 2 sin pi i. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 plus I z square dz ചെയ്തിട്ട് ആൻസർ പറഞ്ഞ. ഇന്റഗ്രല് അറിയാത്ത കുറെ ജനറൽ ഫോർമുല ഉണ്ട്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് സി ആണ്. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാല്
സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാല് മൈനസ് കോസ് എക്സ് ആണ്. ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാല് സൈൻ എക്സ് ആണ്. ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എ എക്സ് ഡി എക്സ് ഈസ് ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് ബൈ എ ആണ്. പിന്നെ സൈൻ എ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാല് സൈൻ എ എക്സ് ബൈ എ ആണ്. പിന്നെ ഇന്റഗ്രൽ ഓഫ് 1/x ഡി എക്സ് ഈസ് ലോഗ് എക്സ് ആണ്. വേറെ ഏതെങ്കിലും ഫോർമുലാസ് വരുമ്പോ നമുക്ക് പ്രോബ്ലം വരുമ്പോ പറഞ്ഞുതരാം. ഇന്റഗ്രൽ ഓഫ് സെറ്റ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? Z cube by 3. സെറ്റ് ക്യൂബ് ബൈ 3. ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ആണ്. റേഞ്ചസ് ടു 0 to 1 + i. ഇനി എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റ് ആയ 1 + i മൈനസ് ലോവർ ലിമിറ്റ് ആയ 0 സെറ്റ് ക്യൂബിന് ഇട്ട് കൊടുക്കുക. 1 + i ഹോൾ ക്യൂബ് ബൈ 3 ഉണ്ട് മൈനസ് 0 ക്യൂബ് ബൈ 3 ഈക്വൽ ടു 1 + i ഹോൾ ക്യൂബ് ബൈ 3. 0 ക്യൂബ് 0 ആണ്. ഇപ്പൊ ഫൈനൽ ആൻസർ 1 + i ഹോൾ റേസ് ടു 3/3. മതി എക്സ്പെൻഡ് ചെയ്യണം. അങ്ങനെ അത്ര മതി. ചെയ്യാ a + b ഹോൾ ക്യൂബ് എന്നുള്ള ഫോമില് അത്ര മതി. അടുത്തത് ഇന്റഗ്രൽ 8 + πi to 8 - 3πi into e raised to z/2 dz. ചെയ്തോക്കെ. ഇ റൈസ് ടു എ സെഡിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതേ ഫോമിലാണ് ഇ റൈസ് ടു z/2 ഉള്ളത്. ചേട്ടാ ഇ റൈസ് ടു എ എക്സിൻ്റെത് എ എക്സ് ബൈ എ ആണ്. അപ്പൊ ഇവിടെ ഇ റൈസ് ടു z/2 ഡിവൈഡഡ് ബൈ എന്റെ പ്ലേസിൽ 1/2 ആണ്. ഡിവൈഡഡ് ബൈ 1/2 വരും. റേഞ്ചസ് ടു 8 + πi to 8 - 3πi which is equal to ഈ ഹോൾ ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിൽ എഴുതാം 2 ഇൻറ്റു ഇന്റഗ്രൽ ഇ റൈസ് ടു ഇന്റഗ്രൽ ഒന്നുമില്ല z/2 to 8 + 3πi ഉണ്ട്. πi into 8 - 3πi which is equal to 2 into അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്താൽ ഇ റൈസ് ടു 8 - 3πi by 2 minus e raised to 8 plus pi I by 2. ഇനി നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 2 into is equal to 2 into e raised to 8/2. ആ ഡിനോമിനേറ്റർ ഓരോ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. 8നും 3πi by 2നും. അപ്പോൾ എന്ത് വരും? ഇ റൈസ് ടു 8/2 minus 3πi by 2 മൈനസ് ഈ 2 കോമൺ ആണ്. ഇ റൈസ് ടു 8/2 പ്ലസ് π/2 i. π/2 i which is equal to 8/2നെ നമുക്ക് 4 എഴുതാം. 2 into
e raised to 4 minus 3 pi by 2i minus e raised to 4 plus pi by 2i. നമുക്കറിയാം e raised to x plus x raised to m plus n into x raised to m plus n x raised to m plus n ന് x raised to m into x raised to n എഴുതാം. അതേ ഇത് ഇവിടെ അപ്ലൈ ചെയ്താൽ 2 into e raised to 4 into e raised to minus 3 pi I by 2 minus e raised to 4 into e raised to pi by 2i. ഇതിനകത്ത് e raised to 4 കോമൺ ആയിട്ടുണ്ട്, അതിനെ നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. അപ്പൊ 2 into e raised to 4 equal to e raised to minus 3 pi by 2i minus e raised to 3 pi by 2i എഴുതിക്കൂടെ? ഇനി ഇത് കണ്ടുപിടിക്കുമെന്ന് നമുക്കറിയാം. e raised to I തീറ്റേന് ഇങ്ങനെയാണ്. e raised to I തീറ്റേന് നമുക്കറിയാം cos തീറ്റ പ്ലസ് I sin തീറ്റ എന്ന് എഴുതാം. I sin പൈ അല്ല, sin തീറ്റ. ഓക്കെ, അതുപോലെ ഞാൻ e raised to I pi by 2 ന് എഴുതാൻ പോവുകയാണ്. e raised to I pi by 2 എന്ന് പറഞ്ഞാൽ എന്താ? cos pi by 2 plus I sin pi by 2. ഈ e raised to I pi by 2 ന് അപ്പൊ എന്ത് വരും? cos pi by 2 എന്ന് പറഞ്ഞാൽ 0 ആണ്, sin pi by 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ e raised to I pi by 2 എന്ന് പറയുന്നത് I ആയി മാറും. ഓക്കെ, ഇനി നോക്കിയാ, ഇനി e raised to minus pi by 2 ന് എഴുതുന്നത് minus 3 pi by 2 ന് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. അതായത് e raised to minus I തീറ്റേന് cos തീറ്റ minus I sin തീറ്റ എന്ന് എഴുതാം. അതുകൊണ്ട് e raised to minus 3 pi by 2i ന് cos 3 pi by 2i 3 pi by 2 minus I sin 3 pi by 2 എഴുതുന്നു. നമുക്കറിയാം cos 3 pi by 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് pi by 2ന്റെ മൾട്ടിപ്പിൾ വന്നാൽ കോസിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ sin 3 pi by 2 എന്ന് പറഞ്ഞാൽ sin pi by 2ന്റെ ആംഗിൾ ഓഡ് നമ്പർ ആയിട്ട് വന്നാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. cos 3 pi by 2 0 ആണ്, sin 3 pi by 2 എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ ഇത് 0 മൈനസ് മൈനസ് I വരും, -1 മൈനസ് വിച്ച് ഇസ് ഈക്വൽ ടു I. ഈ മൈനസും മൈനസും പോസിറ്റീവ് ആവും. ആ വാല്യൂസ് നമുക്ക് എഴുതിയിട്ട് കൊടുക്കാം. 2 e raised to 4 into e raised to minus pi by 2 3 pi by 2 എന്ന് പറഞ്ഞാൽ I ആണ്. I മൈനസ് e raised to I pi by 2 എന്ന് പറഞ്ഞാൽ I ആണ്. I മൈനസ് I 0 ആണ്. അപ്പൊ 2 e raised to 4 into 0 വരും, which is equal to 0. ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്തോട്ടാ. ഇന്റഗ്രൽ 1 minus pi I 1 plus pi I e raised to z by 3 dz. അത് ഹോംവർക്ക് ചെയ്തോ. ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ആണ്. മാറ്റില്ല. ഇല്ലില്ല, മാറ്റുന്നില്ല.